ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ ബാത്റൂം അറ്റാച്ച് ചെയ്ത് വരുന്ന ബെഡ്റൂം, അതിൻ്റെ സ്വിച്ച് ബോർഡ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് കൊടുക്കേണ്ടത്, കട്ടിൽ എങ്ങനെയാണ് ഇടേണ്ടത്, കട്ടിലിൻ്റെ സൈഡ് കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യണം എന്നുള്ള ഫുൾ ഡീറ്റെയിൽ ആണ് ചെയ്യുന്നത്. ആദ്യമേ തന്നെ നിങ്ങൾ കാണുന്ന പോലെ തന്നെ നമ്മൾ ഈ റൂമിലേക്ക് വരുന്ന എൻട്രൻസ് ആണ് കാണുന്നത്. അതിൻ്റെ സൈഡിലായിട്ട് ഇപ്പുറത്തേക്കാണ് നമുക്ക് ഡോറ് തുറക്കേണ്ടത്. അപ്പോൾ ആ സൈഡിൽ നമുക്ക് സ്വിച്ച് ബോർഡ് കൊടുക്കാൻ സാധിക്കില്ല. അതിൻ്റെ തൊട്ടിപ്പുറത്ത് നമ്മൾ സ്വിച്ച് ബോർഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെയാണ് നമ്മൾ കട്ടിലിടാൻ ഉദ്ദേശിക്കുന്നത്. കട്ടിലിടുന്ന പൊസിഷനാണ് ഈ കാണുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ ഡോറിൻ്റെ തൊട്ടിപ്പുറത്ത് കഴിഞ്ഞതിന് ശേഷം, അതായത് ഇപ്പുറത്തെ സൈഡ് നമ്മൾ 130 സെൻറ്റിമീറ്റർ ഹൈറ്റിൽ 8 മോഡിയുള്ള ഒരു ബോക്സാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പുറത്തേക്കാണ് നമ്മൾ കട്ടിലിടാൻ ഉദ്ദേശിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ സൈഡ് ടേബിൾ വെച്ചതിന് ശേഷം അതിൻ്റെ സെൻറ്ററിൽ നമ്മളൊരു 6 അടി വരുന്ന കട്ടിലിടാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് നമ്മൾ എടുക്കുന്നത് 50 സെൻറ്റിമീറ്റർ മാറ്റിയിട്ട് ഒരു സൈഡ് ടേബിൾ വരുന്നുണ്ട്. അതിൻ്റെ സെൻറ്ററിലായിട്ട് 50 സെൻറ്റിമീറ്ററിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മൾ ഒരു സ്വിച്ച് ബോർഡ് 8 മോഡിയുള്ള സ്വിച്ച് ബോർഡ് കൊടുത്തു. അതിനുശേഷം അതിൽ നിന്നും വീണ്ടും ഒരു 6 അടി വരുന്ന കട്ടിലിടാനായിട്ട് ഗ്യാപ്പ് കൊടുത്ത് വീണ്ടും 6 അടി കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒരു 50 സെൻറ്റിമീറ്റർ കൊടുത്തിട്ട് 50 സെൻറ്റിമീറ്ററിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു സ്വിച്ച് ബോർഡ് കൊടുത്തു. ഇതാണ് ഇതിൻ്റെ ശരിക്കുള്ള മെഷർമെൻറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ സെൻറ്ററിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് പിക്ചർ ലാമ്പ് വേണമെങ്കിൽ കൊടുക്കാം. അതായത് നമ്മുടെ കറക്റ്റ് ആ കട്ടിൽ വരുന്നതിൻ്റെ സെൻറ്ററിൽ വേണമെങ്കിൽ നമുക്കൊരു പിക്ചർ ലാമ്പ് കൊടുക്കാം. ഇവിടെ നമ്മൾ കൊടുത്തിട്ടില്ല, അത് പുറത്തേക്ക് പോയിരിക്കുന്ന ലൈറ്റാണ്. അത് വേണമെങ്കിൽ നമ്മളോട് അഡ്വാൻസ് ആയിട്ട് കൊടുക്കാം. അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 6 അടി വരുന്ന കട്ടിലാണ് ഇപ്പോഴത്തെ സ്റ്റൈലിൽ. കാരണം നന്നായിട്ട് വീതി വരുന്ന കട്ടിലാണ് 6 അടി വരുന്നത്. അപ്പോൾ 6 അടി വരുന്ന കട്ടിലിട്ടിട്ട് രണ്ട് സൈഡുകളിൽ രണ്ട് സൈഡ് ടേബിൾ 50 സെൻറ്റിമീറ്റർ സൈഡ് ടേബിളിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഈ പറയുന്ന രണ്ട് സ്വിച്ച് ബോർഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ലെവലിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അത് 50 സെൻറ്റിമീറ്ററിൻ്റെ മുകളിൽ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ 75 സെൻറ്റിമീറ്ററാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫിനിഷിംഗ് ലെവൽ 70 സെൻറ്റിമീറ്റർ നമുക്ക് കിട്ടും. പിന്നെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാത്റൂമിലേക്ക് വരുന്ന എൻട്രൻസ് ആണ്. ബാത്റൂം നമുക്ക് അറ്റാച്ച്ഡ് ആയതുകൊണ്ട് എൻട്രൻസ് വന്നു. എൻട്രൻസിന് നമ്മളൊരു മോഡുകൾ കൊടുത്തു. അതിന് താഴെയായിട്ട് നമ്മൾ ഫുഡ് ലാമ്പാണ് സിസ്റ്റം കൊടുത്തിരിക്കുന്നത്. അതായത് ബാത്റൂമിലേക്ക് കയറുന്നതിന് സമയത്ത് ചെറിയൊരു ഡിം ലൈറ്റ്സ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഫുഡ് ലാമ്പ് കൊടുത്തിരിക്കുന്നത്. പിന്നെ വരുന്നത് വെച്ചാൽ ബാത്റൂമിൻ്റെ അകത്ത് വരുന്നതെന്ന് വെച്ചാൽ 130 സെൻറ്റിമീറ്റർ ഹൈറ്റിലാണ് നമ്മുടെ വാഷ് ബേസിൻ്റെ സൈഡിലായിട്ട് ഒരു സ്വിച്ച് ബോർഡ് വരുന്നത്. ഹീറ്റർ, എക്സോസ്റ്റ്, മിറർ ലാമ്പ് ഈ കാര്യങ്ങളെല്ലാം വരുന്നത് ആ ബാത്റൂമിൻ്റെ അകത്ത് വരുന്ന സ്വിച്ച് ബോർഡിലാണ് വരുന്നത്. പിന്നെ നമ്മൾ സ്വിച്ച് ബോർഡുകൾ കോമൺലി കൊടുക്കുന്നത് എല്ലാം തന്നെ 130 സെൻറ്റിമീറ്റർ ഹൈറ്റിലാണ് കൊടുക്കുന്നത്. പിന്നെ സീലിംഗ് നമ്മൾ ഒഴിവാക്കിക്കൊണ്ട് ഏറ്റവും മുകളിലേക്ക് നമ്മൾ സീലിംഗ് ഇടാവുന്ന പാനൽ ലൈറ്റ്സ് കൊടുക്കാൻ പറ്റുന്ന കോൺക്രീറ്റിലിടുന്ന ബോക്സുകൾ കൊടുത്തിട്ടുണ്ട്. 4 ബോക്സുകളാണ് കൊടുത്തിരിക്കുന്നത്. അത് നമ്മൾ പാനൽ ലൈറ്റ്സ് ഇടാൻ വേണ്ടിയിട്ടാണ്. ഒരു റൂമിലേക്ക് അത്യാവശ്യമായിട്ട് പറയുകയാണെങ്കിൽ ഒരു 6 വാട്ടിൻ്റെ പാനൽ ലൈറ്റ്സ് നമുക്ക് കൊടുത്താൽ മതി. പിന്നെ നമ്മളെല്ലാം കൊടുത്തിരിക്കുന്നത്. പിന്നെ ഫുഡ് ലാമ്പിൻ്റെ അളവ് ഞാൻ പറഞ്ഞില്ല. അതായത് ബാത്റൂമിലേക്ക് കിടക്കുന്ന ഫുഡ് ലാമ്പിൻ്റെ അളവ് 20 സെൻറ്റിമീറ്ററാണ് നമ്മൾ കൊടുക്കുന്നത്. ഫിനിഷിംഗ് ലെവലിൽ നിന്ന് 20 സെൻറ്റിമീറ്റർ. പിന്നെ ലൈറ്റ് പോയിൻറ്റ് റൂമിലേക്ക് മിനിമം ഒരു 2 എണ്ണമെങ്കിലും വളരെ അത്യാവശ്യമാണ്. 2 എന്ന് വെച്ചാൽ ഒരെണ്ണം നമ്മൾ മുകളിൽ സീലിങ്ങിൽ കൊടുത്തു. പിന്നെ വരുന്നത് വെച്ചാൽ ട്യൂബ് ലൈറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത്രയും മതി നമുക്ക്. പിന്നെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫാൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് നമ്മൾ കട്ടിലിടുന്നതിൽ നിന്നും 180 സെൻറ്റിമീറ്റർ, ഭിത്തിയിൽ നിന്ന് 180 സെൻറ്റിമീറ്റർ വലിച്ച് ഇടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 180 സെൻറ്റിമീറ്റർ മാത്രം മതി. റൂമിൻ്റെ സെൻറ്ററല്ല വരുന്നത് ഫാൻ എന്ന് നിങ്ങൾ ഓർക്കണം. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ അത്യാവശ്യം ഒരു റൂമിൻ്റേതായ ബന്ധപ്പെട്ട എല്ലാ സ്വിച്ച് ബോർഡും കാര്യങ്ങളും അത്യാവശ്യം പറഞ്ഞു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു കാര്യം പറഞ്ഞാൽ മറന്നുപോയി. ഇനി നമുക്ക് ഈ റൂമിൻ്റെ അകത്ത് വേണമെങ്കിൽ എക്സ്ട്രാ പ്ലഗ്, അത് കമ്പ്യൂട്ടർ കാര്യങ്ങളൊക്കെ വെക്കുന്നതിന് വേണ്ടിയിട്ട് എക്സ്ട്രാ പ്ലഗ് നമുക്ക് കൊടുക്കാം. അത് 110 സെൻറ്റിമീറ്ററിൽ നമുക്ക് അനുയോജ്യമായ ഒരു ഏരിയ സെലക്ട് ചെയ്യാൻ സാധിക്കും. അതായത് നമ്മുടെ കബോർഡ് കാര്യങ്ങളൊന്നും വരാത്ത ഏരിയയിൽ 110 സെൻറ്റിമീറ്റർ ഹൈറ്റിലാണ് നമ്മൾ സാധാരണ ഒരു സ്വിച്ച് ബോർഡ് കൊടുക്കുന്നത്. അത് നമുക്ക് വേണമെങ്കിൽ 2 സ്വിച്ചും 2 പ്ലഗ് ആകുമ്പോൾ 6 മോഡുകളുടെ ഒരു ബോക്സ് കൂടി കൊടുക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. കാണുന്ന എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം ഫ്രണ്ട്സ്. എന്നാലേ നമ്മൾ ഇതുപോലുള്ള വീഡിയോസ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം ഫ്രണ്ട്സ്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.